നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുവേദിയിൽ MD വാസുദേവൻ നായർ പിണറായി വിജയനെ കുടഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് CPM നേതാക്കന്മാർ ഓരോരുത്തരായി ഇപ്പോൾ രംഗത്ത് വന്ന് രോദനം തുടങ്ങിയിട്ടുണ്ട്. MDയെ പച്ച തെറി പറയണമെന്നുണ്ട്, പക്ഷേ പണി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് ശൈലി കുറച്ച് മയപ്പെടുത്തിയിരിക്കുകയാണ് EP ജയരാജൻ. MD വാസുദേവൻ നായർ വിമർശിച്ചത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉദ്ദേശിച്ചാണെന്ന് ആവർത്തിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. വളരെ പ്രായമായിട്ട് പോലും സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന MDയെ പോലുള്ള അധികായനെ വേണ്ടാത്ത വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും EP ജയരാജൻ അഭ്യർത്ഥിച്ചു. പ്രസംഗം മുഴുവനായിട്ടും കേട്ടു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെന്റ് ആക്രമണവും RSS സംഘപരിവാർ ഫാസിസ്റ്റ് നീക്കങ്ങളുമൊക്കെ അതിനൊക്കെ എതിരായിട്ടാണ് MDയുടെ പ്രസംഗമെന്നാണ് എനിക്ക് തോന്നിയത്. രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും രാഷ്ട്രീയക്കാരുമൊക്കെ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുമെന്നും അവരിൽ വികാരങ്ങൾ ഉണ്ടാകുമെന്നും EP കൂട്ടിച്ചേർത്തു. MD തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത് വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നേതൃപൂജയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് CPM ആണ്. അതിനെ എല്ലാ കാലങ്ങളിലും CPM എതിർത്തിട്ടുണ്ട്. നേതൃപൂജ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ സമൂഹത്തിൽ വ്യക്തികൾക്കുള്ള പ്രത്യേകതകൾ ആരും നിഷേധിക്കുന്നില്ല. പല രംഗത്തും വ്യക്തിഗതമായി പ്രാപ്തിയും കഴിവുമുള്ള ഒട്ടനവധി പ്രതിഭകളുണ്ട്. അത്തരം ആളുകളുടെ കഴിവിനെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? MD സാഹിത്യരംഗത്തെ ഒരു അധികായനാണ്. രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി നേതാക്കളുണ്ട്. അതിനെ ആളുകൾ ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും, EP പറഞ്ഞു. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് MD കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ലെന്ന് പറഞ്ഞ EP ഇടതുപക്ഷ വിരോധികളാണ് MDയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതെന്നും കൂട്ടിച്ചേർത്തു. സർക്കാരിനെ എതിർക്കുന്നവർ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് MDയുടെ പ്രസംഗം വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും EP പറഞ്ഞു. ഇതിനിടെ മുഖ്യമന്ത്രിക്കും CPMനും പ്രതിരോധം തീർത്ത് ഇടതനുകൂല സാഹിത്യകാരന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. സമൂഹത്തെക്കുറിച്ചും രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമിതാധികാരത്തെക്കുറിച്ചുമാണ് MD പറഞ്ഞതെന്ന് അശോകൻ ചരുവിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മനുഷ്യാനുഭവങ്ങളെ അടുത്തു കാണുന്ന ഒരു എഴുത്തുകാരൻ പറയേണ്ട വാക്കുകളാണത്. എന്നാൽ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന അമിതാധികാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വേദിയിൽ ഉദ്ഘാടകനായി എത്തിയ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ളതാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു നികൃഷ്ട മാധ്യമ ശ്രമം നടന്നു കാണുന്നു. ആടിനെ പട്ടിയാക്കുന്ന പ്രാചീന തന്ത്രമാണത്. അതിൽ അത്ഭുതമില്ല. അധികാരമെന്നാൽ സംസ്ഥാന സർക്കാരും മറ്റ് തദ്ദേശീയ ഗവൺമെന്റുമാണ് എന്ന് സ്ഥാപിച്ച് ഇന്ത്യക്കുമേൽ ഭീകര അധികാരം പ്രയോഗിക്കുന്ന ബ്രാഹ്മണിസ്റ്റ് ഫാസിസത്തെയും അതിന്റെ നേതാവായ നരേന്ദ്രമോദിയെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അടിമ മാധ്യമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. MD തന്റെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ച് രംഗത്ത് വന്നു. ഒരു മുതിർന്ന എഴുത്തുകാരനെന്ന് തന്റെ പ്രസംഗത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് വിശദീകരിക്കേണ്ടി വന്നു എന്നത് മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് അപമാനമാണ്. വഴിയിലൂടെ പോകുന്ന എന്തിനേയും പിണറായി വിജയനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ പലതു മാധ്യമങ്ങൾ. അവരുടെ ദയനീയവും ദൗർഭാഗ്യകരവുമായ അവസ്ഥ ആർക്കും ബോധ്യമാവും. ഇന്ത്യൻ അധികാരവർഗം ഒരിക്കൽ ലോക്കപ്പിലിട്ട് തീർക്കാൻ ശ്രമിച്ച പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഭരണവർഗ മാധ്യമങ്ങൾ സിൻഡിക്കേറ്റ് രൂപീകരിച്ച് അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. തകർന്നടിഞ്ഞ ആ നുണക്കോട്ടകൾ നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷത്തിലെ വലിയ മാലിന്യ ശേഖരമാണ്. എന്നിട്ടും വലിയ ജനപിന്തുണയോടെ അദ്ദേഹം കേരളത്തിലെ സമുന്നത നേതാവായി തുടരുന്നത് അവർക്ക് സഹിക്കാനാകുന്ന കാര്യമല്ല. ആ അസഹിഷ്ണുത തുടരട്ടെ. പക്ഷേ അത്തരം നീക്കങ്ങൾക്ക് മഹാനായ MDയെ ഉപകരണമാക്കിയത് തികഞ്ഞ മര്യാദകേടാണ്, അശോകൻ ചരുവിൽ പറയുന്നു. എന്തായാലും ഇത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഏറാണെന്ന് വന്നതോടെ എല്ലാവരും കൂട്ടത്തോടെ മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്ന ഒന്നിനെയും ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല. ഒരു മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുന്നുമില്ല. അതുപോലെ തന്നെയാണ് പിണറായി വിജയനും കാണിക്കുന്ന അനീതികളെയും അക്രമങ്ങളെയും എതിർക്കുക തന്നെ ചെയ്യും. അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും.